നമസ്കാരം, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നടുവേദനയ്ക്ക് വേണ്ടി നമ്മൾ മുൻപൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നടുവേദനയ്ക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള സ്ട്രെച്ചിങ്. അതിലൊരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ചെയ്തിട്ട് ഒരുപാട് പേർക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്ന നടുവേദനയ്ക്ക് നല്ലപോലെ ആശ്വാസം കിട്ടിയെന്ന്. നമ്മളിവിടെ ഭയങ്കര ഒരു ട്രീറ്റ്മെൻറ്റൊന്നും നടത്തുന്നില്ല. നടുവേദനയ്ക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഈസിയായ വളരെ കുറച്ച് സ്ട്രെച്ചിങ്ങുകൾ മാത്രമേ ഉള്ളൂ. ഓരോ സ്ട്രെച്ചിങ്ങും 30 സെക്കൻഡ്സാണ് ചെയ്യേണ്ടത്. ഓരോ പോസ്റ്റേഴ്സാണ്. ഓക്കെ, സോ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ആ പോസ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫാസ്റ്റായിട്ട് ചെയ്യാം. വെറും 10 മിനിറ്റ് കൊണ്ട് നമുക്ക് കാര്യം തീർത്തെടുക്കാം. വളരെ സിമ്പിളായിട്ടാണ്. അത് നല്ല പോലുള്ള ബാക്ക് പെയിൻ ഉള്ളവർക്ക് നല്ല റിലീഫ് കിട്ടുന്നതിന് സഹായിക്കും. സോ ഗെറ്റ് റെഡി. നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത് ബാലാസന അല്ലെങ്കിൽ ചൈൽഡ് പോസാണ്. ഓക്കെ, ഇത് സിമ്പിളായിട്ട് ചെയ്യാം. 30 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക. ഓക്കെ, പൊസിഷൻ മനസ്സിലായല്ലോ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. കൈകളിങ്ങനെ നീട്ടി വെച്ചതിന് ശേഷം കാലുകൾ അകത്തി വെച്ചതിന് ശേഷം കാലുകളുടെ എൻഡ് ഭാഗം കുറച്ച് ചേർത്ത് വെച്ചതിന് ശേഷം നല്ലപോലെ സ്ട്രെച്ച് ചെയ്യുക. ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്ത് റിലാക്സ് ചെയ്യുക. ഓക്കെ, 30 സെക്കൻഡ്സ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ 10 സെക്കൻഡ്സ് ഞാൻ കൗണ്ട് ചെയ്യാം. ബാക്കി 20 സെക്കൻഡ്സ് നിങ്ങൾ ചെയ്യണം കേട്ടോ. 1 2 3 4 5 6 7 8 9 10. റിലാക്സ്. ബാക്ക് പെയിൻ ഉള്ളവരാണ്, അതുകൊണ്ട് ബോഡിയുടെ മൂവ്മെൻറ്റ്സ് ശ്രദ്ധിക്കുക. ഈ സ്ട്രെച്ചിങ് ദിവസേന ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല പോലെ ബാക്ക് പെയിൻ മാറിക്കിട്ടും. അടുത്തത് നമ്മൾ ചെയ്യുന്നത് കോബ്ര പോസ്ചറാണ്. കോബ്ര പോസ്ചറും ബാക്ക് പെയിന് വളരെ നല്ലതാണ്. കാലുകൾ കൂട്ടി വെച്ചേക്കുക. കൈയുടെ സപ്പോർട്ടോടു കൂടി ഇങ്ങനെ ബോഡീനെ ലിഫ്റ്റ് ചെയ്തേക്കുക. നമ്മുടെ അരയുടെ ഭാഗത്ത് നിന്ന് തലവരെയുള്ള ഭാഗമാണ് ഇങ്ങനെ ഉയർത്തിപ്പിടിക്കേണ്ടത്. ഭയങ്കരമായിട്ട് ബാക്കിലോട്ട് ബെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, കൗണ്ട് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10. റിലാക്സ്. അടുത്ത ബാക്ക് പെയിന് വേണ്ടി ചെയ്യുന്ന പോസ്ചർ എന്ന് പറയുന്നത് വക്രാസനയാണ്. ഓക്കെ, വക്രാസന എന്ന് ഗൂഗിൾ ചെയ്താൽ മനസ്സിലാവും. ഇതേപോലെയാണ് വക്രാസന ചെയ്യേണ്ടത്. ഇതും ബാക്ക് പെയിന് നല്ലൊരു സ്ട്രെച്ചിങ് ആണ്. ഇതും നമുക്ക് 10 സെക്കൻഡ്സ് ഇവിടെ ചെയ്യാം. 30 നിങ്ങൾ ചെയ്യണം കേട്ടോ. ഓക്കെ, 1 2 3 4 5 6 7 8 9 10. അടുത്ത സൈഡും അതേപോലെ 10 സെക്കൻഡ്സ്. അടുത്ത പോസ്ചർ എന്ന് പറയുന്നത് പവനമുക്താസന എന്ന് പറയും. അതിൻ്റെ ഏറ്റവും ലൈറ്റായിട്ടുള്ള വേർഷനാണ്. ഓക്കെ, പവനമുക്താസനയ്ക്ക് നമ്മൾ കഴുത്തൊന്ന് ലിഫ്റ്റ് ചെയ്തിട്ട് കാലിൻ്റെ അതുവരെ കൊണ്ടുവരണം. അത് ബാക്ക് പെയിൻ ഒക്കെ സിവിയർ ആയിട്ടുള്ളവർക്ക് അത് പോസിബിളായി എന്ന് വരില്ല. സോ ഇങ്ങനെ ചെയ്താലും ഓക്കെയാണ്. അതും ചെയ്യേണ്ടത് 30 സെക്കൻഡ്സ് ആണ്. ഓക്കെ, കൗണ്ട് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, ഇനി ജസ്റ്റ് കാലുകൾ ഇതുപോലെ സർക്കിൾ ചെയ്യുക. അത് നമുക്ക് എപ്പോഴും ചെയ്യാവുന്നതാണ്. 1 2 3 4 5. ഏത് വർക്കൗട്ട് കഴിഞ്ഞാലും ഇത് ചെയ്യാം. ഇത് ബാക്ക് നല്ല റിലാക്സ്ഡ് ആയി കിട്ടുന്നതിന് സഹായിക്കും. ഓക്കെ, 1 2 3 4 5. റിലാക്സ്. ഇനി ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും 1 2 3 4 5. ഓക്കെ, അർദ്ധപവനമുക്താസനയും ബാക്ക് പെയിനിന് വളരെ നല്ലതാണ്. അതാണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദാറ്റ് ഈസ് അർദ്ധപവനമുക്താസന. സോ കൗണ്ട് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10. ഇത് 2 സൈഡും ചെയ്തേക്കണം. ഓക്കെ, 30 റിപ്പീറ്റേഷൻ. ഇത് അപാനാസനയാണ്. അപാനാസന എന്ന് പറയുമ്പോൾ നീസ് ടു ചെസ്റ്റ് എന്നേ ഉദ്ദേശിക്കുന്നുള്ളൂ. കാൽമുട്ടുകൾ ചെസ്റ്റിനോളം എത്തിക്കുക എന്നുള്ളതാണ് അപാനാസന കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇത് 2 സൈഡും ചെയ്യാം. ഞാനിവിടെ 10 ആണ് കൗണ്ട് ചെയ്യുന്നത്. നിങ്ങൾ 2 സൈഡും 30 സെക്കൻഡ്സ് ചെയ്യുക. അപ്പോഴേക്കും ബാക്ക് നല്ല റിലാക്സ്ഡ് ആയിട്ട് കിട്ടും. അപ്പോൾ കൗണ്ട് ചെയ്യാം. 1 2 സൈഡും ചെയ്യണം. 2 3 4 5 6 7 8 9 10. 30 സെക്കൻഡ്സ് ഒരു സൈഡ് ചെയ്യുക.
30 സെക്കൻഡ്സ് അടുത്ത സൈഡ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം വീണ്ടും ഇതുപോലെ ഇങ്ങനെ പിടിച്ചിട്ട് റിലാക്സ് ചെയ്യാം. അത്രയേ ഉള്ളൂ, ഡൺ. സ്ലോലി ശവാസനയിൽ വന്നിട്ട് റെസ്റ്റ് എടുക്കുക. ഏതെങ്കിലും പോസ്ചർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് പെയിൻഫുള്ളായി തോന്നുന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യുക. ഓക്കെ, എന്താണെങ്കിലും ഏത് ഭാഗത്തിന് നമുക്ക് പെയിൻ വന്നോ ആ ഭാഗത്തിന് റെസ്റ്റ് കൊടുക്കുക എന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സോ ടേക്ക് കെയർ, ഓൾ ദ വെരി ബെസ്റ്റ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നമ്മുടെ പ്രൈവറ്റ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഫെബ്രുവരി ക്ലാസ്സിലോട്ടായിട്ട് മെസ്സേജ് ഇടേണ്ടത് ഈ കാണുന്ന ഇൻസ്റ്റാഗ്രാം ഐ ഡിയിലോട്ടാണ്. അപ്പോൾ താങ്ക് യു, ലവ് യു, ബൈ.